എടി എടി നീ ഇപ്പൊ അയച്ചെന്ന ഫോട്ടോ ഞാൻ കണ്ട്. അതൊട്ടും മാച്ച് അല്ല. റെഡ് കളർ പാന്റിന് ആ ടോപ്പിന് ചേരത്തില്ല. ഈ കൊച്ചിനെ വന്ന് ഒരു കളർ സെൻസ് ഇല്ലല്ലോ. എടി എന്തുകൂടെ എടുത്തോ? നീ എടുത്തോ? നിന്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ വന്നിട്ട് സെലക്ട് ചെയ്യാന്ന്? ഇല്ല ഇല്ല എടി, ബേജ് ഉള്ള ടോപ്പോ അല്ലെങ്കിൽ ഗ്രീനോ അതൊക്കെ ചേരത്തുള്ളൂ അതിന്. അത് മാത്രല്ല ആ പാന്റ് കാണാൻ ഒരു സുഖമില്ല, എന്തോ പോലെ. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് അയച്ചു തരാം. അതിന് മാച്ച് ആണ് കുറച്ച് പാൻസ്. ഓ ശരി ശരി, ഞാൻ ഇപ്പൊ അയച്ചുതരാം. ഓക്കെ മക്കളെ മക്കളെ, ഇന്നലെ അപ്പൂപ്പ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം? ടിവിയെ പറ്റി, എന്റെ അച്ഛനെ പറ്റി. ആ, എനിക്കൊരു മോഹം മക്കളെ, അവനൊന്ന് കാണണമെന്ന്. പക്ഷെ ഇനിയിപ്പോ എപ്പം കാണാൻ? ഒന്ന് അവന്റെ ശബ്ദമെങ്കിലും കേട്ടാൽ കൊള്ളാന്ന് അപ്പൂപ്പന് ആഗ്രഹമുണ്ട്. മക്കൾ ഒന്ന് അവനെ ഒന്ന് വിളിച്ച് തരൂ. അത് അച്ഛൻ ഇപ്പൊ ഓഫീസിൽ പോണ സമയമായിരിക്കും, അപ്പം വിളിച്ചു കഴിഞ്ഞാൽ എടുക്കൂല. ഞാൻ വിളിക്കണെന്ന് അറിഞ്ഞ അവൻ ഉടനെ ഫോൺ എടുക്കും. ഫോൺ എടുത്താലേ പറയാൻ പറ്റുള്ളൂ അപ്പോണെ വിളിക്കണെന്ന്. ഓ അത് പറ മക്കളെ. അച്ഛൻ ഇപ്പൊ വണ്ടി പോണ സമയമായിരിക്കും, അതുകൊണ്ട് ഫോൺ നമുക്ക് വിളിക്കാൻ പറ്റൂല. നിനക്ക് ഫോണിൽ കുത്തിരിയാമോ? വിളിയടി അങ്ങോട്ട്, ഞാൻ വിളിക്കുന്ന പറഞ്ഞാൽ അവൻ എടുക്കും. വിളി. ഹലോ അച്ഛാ. അച്ഛാ, ഉണ്ണിയപ്പോ എന്തോ ഇന്നലെ അച്ഛനെ സ്വപ്നം കണ്ടെന്നാ, അച്ഛന്റെ ശബ്ദം കേൾക്കണമെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ വന്നിരിക്കണം. കൊടുക്കട്ടാ? ഓ ഹലോ രവി, ആ ഞാനാണ്. എടാ, ഇന്നലെ നിന്നെ പറ്റി ഞാൻ ഒരു സ്വപ്നം കണ്ടടാ. ഓ, ആ സ്വപ്നം കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരപ്പെട്ട ഒരു ആഗ്രഹം, എനിക്ക് നിന്നെ കാണണം. പക്ഷെ കാണാൻ പറ്റിയില്ലെങ്കിലും നിന്റെ ശബ്ദമെങ്കിലും കേൾക്കാലോ എന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ഓ ഇറങ്ങിയാ നീ? ഓ, മണിക്കുട്ടി എവിടെ? അടുക്കളയല്ല? ഓ ശരി ശരി ശരി. ആ ശരിയാ ശരിടാ, നീ പോണെങ്കി പോ, നേരെ എങ്കിൽ പോ. ആ ശരി ശരി. നമുക്ക് ഹലോ അച്ഛാ. ഓ ഞാൻ വൈകുന്നേരം വിളിക്കാം അച്ഛാ. ശരി ശരി. മക്കളെ വാ, മക്കളെ ചേച്ചി ഒന്ന് വിളി മക്കളെ. റിങ്കിയെ വിളിക്കണോ ഇനി? റിങ്കിയല്ല, എന്റെ ചേച്ചിയാ. എന്റെ പൊന്നെ, അപ്പൊ അപ്പച്ചന് മൊബൈലിൽ നിന്ന് വിളി പോ. അപ്പൊ ഇതിന്ന് വിളിക്കാൻ പറ്റൂലേ? നോക്കിക്കൊണ്ടിരിക്കണോണ്ടാ. ആ ശരി, നീ നോക്കിക്കൊണ്ടിരി. എനിക്ക് വേറെ ഏതെങ്കിലും ഫോൺ കിട്ടുമോ ഞാൻ നോക്കട്ടെ. ആ ഞാൻ പോയി വിളിച്ചോളാം. 24 മണിക്കൂർ ഫോണിൽ കുത്തിയിരിക്കും. ദേഷ്യപ്പെടുന്ന അപ്പൂന്റെ കാര്യം. എന്തോ അപ്പോ ഡയറി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ, ഇതേത് ഡയറി? ഡയറി എഴുത്തോളം തുടങ്ങി. എന്താ ഞാൻ വന്നപ്പോ ഡയറി ഒളിപ്പിച്ച എന്തിന്? ഞാൻ വന്നപ്പോ ഡയറി ഒളിപ്പിച്ച എന്തിന്? എന്തോ അതിനകത്ത്? ഭർത്താവിലെ കണക്കുകൾ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ വർഷത്തില് മാവേലി പറഞ്ഞ കണക്ക് ഇവിടെ വണ്ടി പറഞ്ഞ വർക്ക്ഷോപ്പിലാണ് ഇത്ര കണക്ക്. സത്യം പറ, സീക്രട്ട് ഡയറി അല്ലേ? ഓ സീക്രട്ട് പാടിയില്ല. സീക്രട്ട് ഡയറി എന്നാ കാണില്ല, നോക്കട്ടെ. കാണിക്കാനൊന്നും പറ്റൂല. അത് കണക്ക് കാണിച്ചൂടെ? അതൊന്നും നീ അറിയണ്ട, കണക്കൊന്നും കാണിച്ചൂടാ. എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഉടായിപ്പല്ലേ? ഉടായിപ്പൊന്നല്ല. പിന്നെന്തോന്ന്? ഇന്നിപ്പം കാണിക്കാൻ പറ്റൂല. എന്ത് അത് കാണിച്ചാ എന്ത് പ്രശ്നം? എന്ത് കാണില്ലപ്പോ? പോടി, നീ നിന്റെ ജോലിയേക്ക് പോ. ഞാൻ പോണോ? നീ പോ. ഞാൻ എന്തിനു പോണേ? നീ പോണ്ട, നീ പോണ്ട. ഞാൻ പോയിക്കോളാം. എന്തോ എന്തോ പോടി, എന്റെ ജോലി നോക്കി. ഞാൻ കണ്ടുപിടിച്ചോളാം അതിനകത്ത് എന്തോണ് കേട്ടോ. കണ്ടുപിടിച്ചോ. ഇത് രഹസ്യം വെച്ചോണ്ട് അടക്കാണ്.
ശ്ശെ.